ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ചാവക്കാട് തിരുവത്രയിലാണ് എൻ്റെ അമ്മ വീട്. അമ്മാവനിപ്പോൾ ഇല്ല. എൻ്റെ സ്നേഹനിധിയായ അമ്മായിയും മക്കളും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് ഈ വെക്കേഷൻ സമയത്ത് ഒത്തുകൂടിയതാണ്. അമ്മായിയും പിന്നെ മകനും അമ്മായിയുടെ പെൺമക്കളും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് കുറേ കാലമായി ഞങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമായി എല്ലാവരും കണ്ടപ്പോൾ. ഞങ്ങൾ സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. എല്ലാവരും കൂടി നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടായി. പിന്നെ എൻ്റെ കൂടെ എൻ്റെ മകനും മകളും പേരക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഞങ്ങൾ നല്ലൊരു സന്തോഷത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ പുഴക്കര, ഞങ്ങളെ അമ്മാവിൻ്റെ വീടിൻ്റെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് പുഴ. ചെറുപ്പം മുതൽ എനിക്ക് ആ പുഴ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പുഴക്കരയിൽ കുറച്ച് സമയം ചിലവഴിച്ചു. അവിടെ വെച്ച് പിന്നെ എൻ്റെ മാമൻ്റെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് അവരുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് സെൽഫി എടുത്തു. പിന്നെ ആ പുഴയിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു തെങ്ങുണ്ട്, അതുമേലെ ഇരുന്നിട്ട് ഞാനും സെൽഫി എടുത്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയോടുകൂടി ചാവക്കാട് ബീച്ചിലേക്ക് പോയി. ഒരു ട്രാവലറിലാണ് ഞങ്ങൾ പോയത്. എൻ്റെ വീട്ടിലുള്ളവരും പിന്നെ അയൽവാസികളൊക്കെ ആയിട്ട് ട്രാവലറിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ബീച്ചിലെത്തി അവിടുത്തെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. വളരെ രസകരമായിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ സെൽഫി എടുക്കുന്നതും അവൻ്റെ വീഡിയോ എടുക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ അവനറിയാതെ ഞാൻ അവൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ സന്തോഷത്തിന് ചെറിയൊരു കുറവുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അമ്മാമൻ ജീവിച്ചിരിപ്പില്ല. അമ്മാമനില്ലാത്തൊരു ഫീലിങ്സ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് മനസ്സിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഞാനത് പുറത്ത് കാണിച്ചില്ല എന്നുള്ളൂ. പിന്നെ എനിക്ക് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും. അസ്തമയം ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സൂര്യനങ്ങനെ കടലിലേക്ക് താഴ്ന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ സമയം ചെലവഴിച്ചു. നല്ല ഇരുട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു രാത്രി ഒരു 8-8:30 ആയിരുന്നു. എന്തായാലും നല്ലൊരു സന്തോഷമായൊരു ദിവസമായിരുന്നു അന്ന്. ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല.
നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറു